കാരണം നമ്മളൊരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലല്ല ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ എക്കോയോ ഈ ലോകായും ആ സ്റ്റൈലായിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. അന്ന് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഇപ്പം അതല്ല, എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം എത്ര ടേക്ക് വേണമെങ്കിലും പോകാം. പിന്നെ DOP സംബന്ധിച്ച് റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നും ആ കാൽക്കുലേഷനൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഹൈ റിസ്ക് ആയിരുന്നു അത് മാത്തമാറ്റിക്സ് നമ്മുടെ തലയിൽ കിടന്ന് കറങ്ങും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം 400 അടിയാണ് ഒരു ക്യാൻ ഫിലിം, 400 അടിയാണ്. ഈ 400 അടി പോയി കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു എമൗണ്ടാണ്. അപ്പം ഇന്നതല്ല, അത് കാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായൊരു മാറ്റമാണ്. ചാക്കോച്ചൻ വന്നു തുടങ്ങുന്നു. ഞങ്ങൾ ഒരു ദിവസമാണ് സിനിമയിലേക്ക് എൻട്രി ആയത്. ഇപ്പൊ 96 അനിയത്തിപ്രാവില് തുടങ്ങിയതാ ചേട്ടൻ കരിയർ. അപ്പൊ 3 പതിറ്റാണ്ടോളായി മലയാള സിനിമേന്റെ ഒപ്പം ഉണ്ട്. ശരിക്കും ഈ ബിഹൈൻഡ് ക്യാമറ നിന്നത് കൊണ്ട് അന്ന് ഫിലിം ക്യാമറ ആയിരുന്നു, ഇന്ന് ഡിജിറ്റൽ ആക്കി. അന്ന് ബിഹൈൻഡ് ക്യാമറ ആയിരുന്നു, ഇന്ന് ക്യാമറയ്ക്ക് മുമ്പിലാണ്. എങ്ങനെയാണ് ഈ സിനിമേന്റെ ആ ഒരു എന്താ പറയാ, ആ ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഗ്രോത്ത്, എല്ലാത്തിനും ഗ്രോത്ത് ഉണ്ടല്ലോ. നമുക്ക് ലോകം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാ മേഖലയും വളരുന്നുണ്ട്. സിനിമ കുറച്ചുകൂടി സ്പീഡിൽ പോകുന്ന, വളർച്ച പ്രാപിക്കുന്ന ഒന്നായിട്ടാണ് മീഡിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലല്ല ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഇനിയിപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ഇത് മാറുന്നത്. ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ എക്കോയോ ഈ ലോകായും ആ സ്റ്റൈലായിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് റിവേഴ്സിലേക്ക് വന്നുകൂടാന്നുമില്ല. തിരിച്ച് ഇതൊരു ചക്രമാണല്ലോ, സർക്കിളാണല്ലോ, തിരിച്ച് മറ്റേ പോയിന്റിലേക്ക് എത്തിക്കൂടാന്നുമില്ല. കാരണം ആ രീതിയിലേക്ക് മാറാം. നമ്മുടെ സ്റ്റൈലൊക്കെ ചിലതൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഇനി ആ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതിയായാലും പിന്നെ അതിൻ്റെ കൺസെപ്റ്റ് ആയാലും കണ്ടന്റ് ആയാലും എല്ലാം ഒരു പക്ഷേ വേറെ രൂപത്തിലായിരിക്കും, പഴയ രൂപത്തിലായിരിക്കില്ല. അങ്ങനെയും വന്നുകൂടാന്നില്ല. പക്ഷെ എന്തായാലും വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ആണ്. പിന്നെ ഫിലിം യൂസ് ചെയ്തിരുന്നിടത്തു നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് അത് മാത്രമായിരുന്നു. ഫിലിമിൽ മാത്രമേ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഡിജിറ്റൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കാണുന്നത് ഡിജിറ്റലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് അന്നായിരുന്നു ടാസ്ക്. കാരണം നമുക്കന്ന് മോണിറ്റർ ഇല്ല. ആകെ ഈ ക്യാമറമാൻ പറയുന്ന ആ ഒരു ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ. അയാൾ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്ന ആ ഒരു കാഴ്ചയില്ലേ, ആ കാഴ്ചയാണ് ഡയറക്ടർക്ക് ഉറപ്പ്. അയാൾ ഓക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, വേറൊരാളും ഓക്കെ പറയാനില്ല ഇവിടെ. അത് ഈ 24 ഫ്രെയിംസ് ആണല്ലോ, ഈ 24 ഫ്രെയിംസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഫിലിമിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ കിടുകിടുകിടാന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്കൂടെയാണ് അയാൾക്ക് കാണാൻ കഴിയുന്ന ഒരു കട്ടറിൻ്റെ സ്റ്റാൻഡ് അവിടെ ഉണ്ടോ, ലൈറ്റിൻ്റെ സ്റ്റാൻഡ് ഫ്രെയിമിലുണ്ടോ, അനാവശ്യമായിട്ട് ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടോ, ഇയാളുടെ ലുക്ക് ക്യാമറയിലേക്ക് വന്നോ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ലുക്ക് ക്യാമറയിലേക്ക് വന്നോ എന്നൊക്കെ കാണുന്നത് ഈ ക്യാമറമാൻ മാത്രമാണ്. ഇത് പിന്നീട് അതിൻ്റെ റിസൾട്ട് വരുന്ന ഇത് കഴിഞ്ഞിട്ടാണ്. നമ്മൾ പ്രിവ്യൂ എല്ലാം റഷസ് കാണുന്നൊരു സമയം ഉണ്ടാകും. ഇപ്പം ഫാസിൽ സാറിൻ്റെ ഒക്കെ സിനിമകൾ ആഴ്ചയിൽ റഷസ് കാണുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതായത് ഒരു ആഴ്ച ഷൂട്ട് ചെയ്തിട്ട് ചെന്നൈയിൽ പോയിട്ട് അത് വാഷ് ചെയ്തിട്ട് തിരിച്ചു വരും. ചെന്നൈ പോയി കഴിഞ്ഞാലേ സാധിക്കുള്ളൂ അല്ലേ? അന്ന് ഇവിടെ സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നാണ് ഇവിടെ അതിന്റെ സൗകര്യങ്ങളൊക്കെ, ലാബ് പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നീടാണ്. അപ്പം അവിടെ നിന്ന് ഈ സാധനം വന്നിട്ട് ഇപ്പോൾ ആലപ്പുഴയിലാണ് ഷൂട്ടെങ്കിൽ ആലപ്പുഴ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ രാവിലെ ഒരു 7 മണിക്ക് ഇത് വയ്ക്കും. അതൊരു 10 മിനിറ്റ് കൊണ്ട് തീരും റഷസ്. ഈ റഷസ് കാണുമ്പോഴാണ് നമുക്ക് പെർഫോമൻസ് വൈസ് എന്തെങ്കിലും. അപ്പോൾ ഫാസിൽ സാറിന് നിർബന്ധം വരുന്നത് കണ്ട് പുള്ളി സീൻസ് വരെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ സീൻ രണ്ടാമതൊക്കെ എടുത്തിട്ടുണ്ട്. അത് ശരിയായില്ല, പല പടങ്ങൾക്കും. അയ്യോ ആ സീൻ ശരിയായില്ല, നമുക്ക് അതൊന്നും കൂടെ എടുക്കാം, ആ ഷോട്ട് ശരിയായില്ല, നമുക്ക് അതൊന്നും കൂടെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് എല്ലാവർക്കൊന്നും പറ്റില്ല. കാര്യം പുള്ളി ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പുള്ളിയുടെ സ്വാതന്ത്ര്യം നടക്കും. വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് നടക്കണമെന്നില്ല. അങ്ങനെ ഒരു കാലമായിരുന്നു. പിന്നെ DOP സംബന്ധിച്ച് റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. അന്ന്
നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അപ്പം ഇന്നും ആ കാൽക്കുലേഷനൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഹൈ റിസ്ക് ആയിരുന്നു അത്. അത് മാത്തമാറ്റിക്സ് നമ്മുടെ തലയിൽ കിടന്ന് കറങ്ങും. കാരണം അവിടുന്ന് ഇത്ര ലൈറ്റ് വന്നാൽ, കാര്യം ഇതിൻ്റെ റിസൾട്ടിൽ ഇത് ഇത്ര വരണമെന്നാണല്ലോ. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ഇതിൻ്റെ ഓരോ സ്റ്റോപ്പ് കട്ടാവും. അപ്പം ഇതനുസരിച്ച് വേണം ഈ എക്സ്പോഷർ നമ്മൾ സെറ്റ് ചെയ്യാൻ, ഈ ലൈറ്റിങ് ചെയ്യാൻ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം നമുക്ക് മോണിറ്റർ ഉണ്ട്. ആ മോണിറ്ററിൽ ഇടാം, അവിടെ ഇച്ചിരി ലൈറ്റ് കൂടുതലാണ്, ഇച്ചിരി കുറയ്ക്കാൻ പറയാം. മറ്റേ അതില്ല. ജഡ്ജ് ചെയ്യാൻ വേറൊരു മാർഗ്ഗമില്ല. ഇപ്പം ജഡ്ജ്മെൻറ്റിന് ഒരുപാട് മാർഗ്ഗമുണ്ട്. പിന്നെ സ്പോട്ട് ഇതുണ്ട്, കട്ടിങ് ഉണ്ട്, എഡിറ്റ് ഉണ്ട്. അന്ന് അതില്ല. അത് ഡിജിറ്റൽ ആയതുകൊണ്ടാണ് സ്പോട്ട് എഡിറ്റ് വരുന്നത്. മറ്റേ സ്പോട്ട് എഡിറ്റ് നടക്കില്ലല്ലോ. ഇപ്പൊ ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരുമായിരിക്കും അല്ലേ? കാരണം ഫിലിം ആയതുകൊണ്ട് തന്നെ ടേക്കുകൾ കൂടുതൽ പോവാതിരിക്കാൻ. അല്ല, അന്ന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഇപ്പൊ അതല്ല, എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം എത്ര ടേക്ക് വേണേലും പോകാം. അന്ന് ഒരു മാക്സിമം പോയ ഒരു 3 ടേക്ക്, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. അത് ലെങ്തി ഷോട്ട് ആണെങ്കിൽ തീരെ പറ്റില്ല. കാരണം 400 അടിയാണ് ഒരു റോൾ എന്ന് പറയുന്നത്. ഒരു ക്യാൻ ഫിലിം 400 അടിയാണ്. ഈ 400 അടി പോയി കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു എമൗണ്ടാ. മനസ്സിലായില്ലേ? അപ്പം ഇന്നതല്ല. ഇന്നിപ്പോൾ നമുക്ക് മെമ്മറി കാർഡാണ്. ഇനി കുറെ അധികം വന്നാലും അടുത്ത മെമ്മറി കാർഡ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം. ആരെയും പരീക്ഷിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ മാറ്റമാണ്. അത് കാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായൊരു മാറ്റമാണ്. അങ്ങനെ മാറിയല്ലേ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഒരുപോലെ നിന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോ നോക്കുമ്പോ ചാക്കോച്ചന്റെ ആദ്യത്തെ ഫ്രെയിം വെക്കുമ്പോഴും അപ്പോ ചേട്ടൻ ഉണ്ടാവും ആ ഒരു ഇതില്. ചാക്കോച്ചൻ അന്നാണെങ്കിൽ അനിയത്തിപ്രാവില് ചെറിയ, നമ്മൾ തന്നെ ഇപ്പൊ കാണുമ്പോ അയ്യോ എന്തൊരു ചെറിയൊരു ചെറുക്കനാണ് എന്നുള്ളൊരു സൈഡ്, ചോക്ലേറ്റ് ബോയ് എന്നൊക്കെ പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നു. അതെങ്ങനെയാ ഓർക്കുന്നത് ചാക്കോച്ചനും ശാലിനിയും? ഞാൻ ചാക്കോച്ചനും ഞാനും ഒരു ദിവസമാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അതായത് നവംബർ 17, 96 വൃശ്ചികം 1 ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കുട്ടൻ സാറിൻ്റെ അടുക്കൽ കാല് തൊട്ട് എഴുതു. അപ്പോഴത്തേക്ക് ചാക്കോച്ചൻ വരുന്നു. ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങുന്ന ദിവസമാണത്. ചാക്കോച്ചൻ വന്നു, തുടങ്ങുന്നു. ഞങ്ങൾ ഒരു ദിവസമാണ് സിനിമയിലേക്ക് എൻട്രി ആയത് ശരിക്കും. അപ്പം പക്ഷേ അതിനു മുമ്പ് ഞാൻ സിനിമയുടെ ഒരു ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വർഷം 16 എന്നിട്ടൊരു ഫാസിൽ സാർ ഡയറക്റ്റ് ചെയ്തൊരു തമിഴ് ഫിലിം ഉണ്ടായിരുന്നു. സൂപ്പർ ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. കാർത്തിക് ഖുഷ്ബു ആദ്യം അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ ഒരു തിയേറ്റർ മാനേജറായിട്ട്, അത് ഫിലിം റെപ്പ് എന്ന് വേണേൽ പറയാം. ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് നാൾ ആ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അതൊരു 89 ടൈമിലാണ്. കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനെയല്ല. ഇത് ഇവിടെയായിരുന്നു, നമ്മുടെ നാഗർകോവിൽ തിരുനെൽവേലി ഭാഗത്തായിരുന്നു. ആ ഭാഗത്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ആലപ്പി അഷ്റഫാണ്. എൻ്റെ കസിനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് 4-5 തിയേറ്ററിൽ പടം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിയേറ്റർ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളിയുടെ സിസ്റ്ററുടെ മക്കളുണ്ട് 2 പേര്. അപ്പം അവരുടെ സഹോദരനാണ് ഞാൻ. 2 വഴിക്കാണത്. അപ്പം അവരിൽ ഒരാൾക്ക് ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നുകൊണ്ട് എന്നെ പകരം ആക്കി. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിലേക്ക് വരുന്നത്. അപ്പം ചാക്കോച്ചന്റെ അഭിനയത്തെ കുറിച്ചിട്ടൊക്കെ, ചാക്കോച്ചൻ അന്ന് ഒരുപാട് കാരണം അയാള് എന്താ പറയാ, അനീതിപ്രാവിൽ വരുമ്പം അതെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ആദ്യം വരുമ്പോ ഫഹദിനെയും ചാക്കോച്ചനെയും കുറിച്ചിട്ട് എപ്പോഴും എല്ലാരും കമ്പയർ ചെയ്യാണ്ട്. കാരണം കയ്യെത്തും ദൂരത്തില് ഫാസിൽ സാറിന്റെ സിനിമ, അതിലെ കഥാപാത്രം നമുക്ക് സുധിയായിട്ട് കമ്പയർ ചെയ്യാം. സുധിയുടെ ഒരു ഔട്ട്ലുക്കും അഭിനയവും. അതെന്താന്ന് വെച്ചാൽ ഈ ഫാസിൽ സാറിന്റെ ഒരു രീതിയുണ്ട്. ഫാസിൽ സാറ് അഭിനയിച്ച് കാണിക്കും. അപ്പം പുള്ളി ആഗ്രഹിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയും, ഞാൻ കാണിക്കുന്നതിൻ്റെ 1% നിങ്ങൾ തിരിച്ചു തന്നാൽ മതി, ഞാൻ ഇച്ചിരി ഓവറായിട്ടാണ് ചെയ്യുന്നത് എന്ന് പുള്ളി തന്നെ പറയാറുണ്ട്. അപ്പോൾ ഈ ചാക്കോച്ചനായാലും ഫഹദായാലും ഇവർക്കൊക്കെ ഫാസിൽ സാറിൻ്റെ ഒരു അഭിനയ രീതി പെട്ടെന്ന് ഇവർ ക്യാച്ച് ചെയ്തുകൊണ്ടായിരിക്കും. ഫഹദിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം ഈ കയ്യെത്തും ദൂരത്തിനെ കുറിച്ചും ഫഹദിനെ കുറിച്ചും പറയുമ്പോൾ ഒരു സംഭവം പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്ത സിനിമയാണത്. ആക്ച്വലി അത് ഫഹദ് ചെയ്യേണ്ട സിനിമയല്ല. അതൊരു യു കെയിൽ പഠിക്കുന്നൊരു മലയാളി പയ്യനെ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. അതിലെ നായികയായിട്ടൊരു കുട്ടിയെ വെച്ചിരുന്നു.
അപ്പോൾ ഈ പയ്യൻ്റെ വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാസിൽ സാറിൻ്റെ സിനിമകൾ മാത്രം ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. ഐ മീൻ പുള്ളി സിനിമ ചെയ്താൽ ആ സിനിമ കഴിഞ്ഞിട്ട് ഇനി വേറൊരു സിനിമയിൽ പോവുള്ളൂ. അത് മേക്കപ്പ് മാൻ PN മണിച്ചേട്ടനുണ്ട്, സുചിത്ര മണിച്ചേട്ടനുണ്ട് ആർട്ട്, വേലായുധന് കീഴിലുണ്ട് കോസ്റ്റ്യൂമർ, അപ്പം ആനന്ദകുട്ട സാറ് ക്യാമറ. അപ്പോൾ ഇതൊരു കമ്പനി ആർട്ടിസ്റ്റുകളെ പോലെയാണ് എല്ലാവരും. ഫാസിൽ സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും എടുക്കില്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ബാക്കി. അങ്ങനെ ഈ പടം ഓണായി സെറ്റായി. ഈ പയ്യൻ വെക്കേഷന് വരുന്നു, ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്തു. ഇവൻ വന്നു, ഷൂട്ട് തുടങ്ങാൻ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ആ സമയത്ത് ഈ കണ്ടുവച്ചിരുന്ന പെൺകുട്ടി പെട്ടെന്ന് കയറി വണ്ണം വെച്ചു. അതൊരു പ്രശ്നമായി. ഈ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ബോഡി ഇതാവും. അപ്പം പകരം ഒരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ളൊരു ശ്രമം നടത്തുന്നു. ഈ ശ്രമത്തിനിടയിൽ ലവൻ്റെ ലീവ് തീരുകയാണ്. പിന്നെ കുറച്ച് ദിവസമേ ഉള്ളൂ, പറ്റില്ല. ഇവൻ തിരിച്ചുപോയി, പടം അവിടെ നിന്നു. പിന്നെ പുതിയൊരു പയ്യനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അപ്പോഴത്തെ ഒരു പെണ്ണിനെ കിട്ടി. പുതിയൊരു പയ്യനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി വരുമ്പോൾ ആരും ആവുന്നില്ല. പുള്ളി അങ്ങനെ നോക്കും, പുള്ളിക്ക് ആരെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടിയിൽ ഇങ്ങനെ ദിവസങ്ങൾ പിന്നെ മാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാവരും ബ്ലോക്കായി നിൽക്കുകയല്ലേ. ഇത് പുള്ളിയിൽ വല്ലാത്തൊരു ഇതുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദേശത്ത് പോയിട്ട് സിനിമ പഠിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഫഹദ് രാവിലെ ആലപ്പുഴയിൽ നിന്ന് വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരും. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കാണും, വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തും. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവരുടെ പോക്കും വരുമൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കാണുന്നുണ്ട്, ഫാസിൽ സാറ് കാണുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട്, അവിടെ ഒരു പയ്യനുണ്ട്, ഇവിടെ ഒരു പയ്യനുണ്ട്, ഇങ്ങനൊരു പയ്യനുണ്ട്. ഇതൊന്നും പുള്ളിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. അങ്ങനെ പുള്ളി ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇവനെ വെച്ചിട്ട് ഈ സിനിമ ചെയ്താലോ. അങ്ങനെ ആദ്യം വിളിക്കുന്നത് ആനന്ദകുട്ട സാറിനെ. കുട്ടാ എന്നാണ് വിളിക്കുന്നത്. കുട്ട, നമുക്ക് ഷാനുവിനെ വെച്ചിട്ട് ഈ പടം ചെയ്താലോ ചോദിച്ചു. അപ്പോൾ കുട്ട സാർ അയ്യോ അത് പഠിക്കാനായിട്ട് പോകാൻ നിൽക്കുക, അത് ശരിയാകത്തില്ല, പുള്ളി സമ്മതിക്കത്തില്ല, പുള്ളി താല്പര്യമില്ലല്ലോ. അങ്ങനെ ബാബു ഷാഹിറാണല്ലോ കൺട്രോളർ, നമ്മുടെ സൗബിൻ്റെ ഫാദർ. ബാബു ഇങ്ങനൊരു ആലോചനയുണ്ട്, എന്താ പറയുന്നത്, അത് എല്ലാവരും എതിർത്തു. എന്ന് വെച്ചാൽ കാര്യം അയാള് വേറൊരു ലക്ഷ്യത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല അയാൾ സമ്മതിക്കില്ല, കാര്യം അയാൾക്ക് താല്പര്യമില്ല. അത് നിങ്ങളൊക്കെ കൂടി എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കും, വേറെ നിവൃത്തിയില്ലാന്നേ, നമുക്ക് ഈ പോകണ്ടേ. ഇപ്പം ഒരു വർഷമാവുന്നു അപ്പോഴത്തേക്ക്. അങ്ങനെ കട്ടിമീശയൊക്കെ വെച്ച് നടക്കുന്ന ഇയാളെ നിർബന്ധിച്ചു, എല്ലാവരും കൂടി നിർബന്ധിച്ച് അഭിനയിപ്പിച്ച സിനിമയാണ് കയ്യെത്തും ദൂരത്ത്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പുള്ളി ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പുള്ളി മെന്റലി പുള്ളി പ്രിപ്പയർഡ് അല്ല, മനസ്സിലായില്ലേ. അപ്പം ഫാസിൽ സാറ് ചെയ്ത് കാണിച്ചത് അതേപോലെ ചെയ്തു. പിന്നെ അയാൾക്ക് പറ്റിയൊരു നായികയെ കണ്ടെത്തിപ്പിടിക്കേണ്ടി വന്നു. അതിന് കുറേ അലഞ്ഞു. എന്നിട്ട് ബോംബെയിലൊരു കാസ്റ്റിംഗ് ഏജൻസി വഴിയിട്ടാണ് ഒരു പഞ്ചാബി പെൺകുട്ടി വരുന്നത്. പക്ഷെ ഒട്ടും മാച്ച് ആയിരുന്നില്ല. പെൺകുട്ടി നല്ലൊരു ആർട്ടിസ്റ്റും ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ 1-2 മലയാള പടത്തിലൊന്നും അഭിനയിച്ചെന്ന് തോന്നുന്നു. പിന്നെ തമിഴിലൊക്കെ പോയിട്ട് 1-2 ഇപ്പോൾ കാണാനില്ല. ഫഹദ് പിന്നീട് പോയി ഒരു കംബാക്ക് ആയിരുന്നു. പോയി അയാളുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ വന്നൊരു കംബാക്ക് ഉണ്ടായി. അപ്പോഴാണ് അയാൾ സക്സസ് ആയത്. അപ്പോഴാണ് അയാളിലുള്ള ആർട്ടിസ്റ്റ് വെളിയിൽ വന്നത്, മനസ്സിലായി. അപ്പം അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ടായി. കാര്യം കയ്യെത്തും ദൂരത്ത് റിലീസാവുന്നു, ഫ്ലോപ്പാവുന്നു, ഫഹദിനെ കുറേ പേര് പഴിക്കുന്നു, ഫാസിൽ സാറിനെ പഴിക്കുന്നു, സ്വന്തം മോനെ കുളമാക്കി ബാക്കി എല്ലാവരും രക്ഷപ്പെടുത്തിയിരുന്നു. ആ പഴി കാര്യം ഒരു പിതാവിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ അത് വലിയ വിഷമമായിരുന്നു. പക്ഷേ ഇയാളുടെ തിരിച്ചുവരവും ആ സക്സസ്സുകളും അത് നോക്കുമ്പോൾ അതിന്ന് ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം നമുക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചാക്കോച്ചന് അതേപോലെ തന്നെയുള്ള ഒരു മേക്ക് ഓവറുകളാണ് 2000-ന് ശേഷമുള്ള കഥാപാത്രങ്ങൾ. ചാക്കോച്ചൻ ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. കാരണം അയാള് ഇടയ്ക്ക് കുറെ ഗ്യാപ്പ് എടുത്തിരുന്നു. ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ഓർഡിനറി വരുന്നെന്ന് തോന്നുന്നു, അല്ലേ? ഓർഡിനറി, സുഗീതിന്റെ ഓർഡിനറി, അവിടെ മുതലാണ് പിന്നെ പുള്ളി വേറൊരു ട്രാക്കിലേക്ക് മാറുക. അതുവരെ ഈ ചോക്ലേറ്റ് കുട്ടപ്പനായി നിന്ന ആള് അതിൽ നിന്ന് മാറി റൊമാൻറ്റിക് ആ ഒരു പരിവേഷത്തിൽ നിന്ന് മാറിയിട്ട് ക്യാരക്ടറൈസേഷൻ വരുന്നു. അത്യാവശ്യം ഹ്യൂമർ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അത് മല്ലു സിംഗിലുണ്ട്, പലയിടത്തും നമ്മളത് കാണുന്നുണ്ട്. പിന്നെ സീരിയസ് വേഷങ്ങളിലേക്ക് മാറി. ഇപ്പം ലാസ്റ്റ് നമ്മൾ കണ്ടത് ഓഫീസർ ഇൻ ഡ്യൂട്ടിയിൽ പക്ക സീരിയസ് ക്യാരക്ടർ. യെസ്,
അതിനകത്ത് അയാൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള മേക്ക് ഓവർ പോലും മാറ്റിയിട്ട് വേറൊരു പരിപാടി പിടിച്ച് ചെയ്യുന്നു. അപ്പം അത് ഈ ഒരുപാട് ഈ യങ്സ്റ്റേഴ്സിന് അങ്ങനെ ഒരു ഇപ്പോൾ ആസിഫ് അലിക്കുണ്ട്, ജയസൂര്യക്കുണ്ടായിരുന്നത്. വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴും അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേറെ ചിലർക്ക് അതില്ല താനും. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും വ്യത്യസ്തമായി ചെയ്യണമെന്ന് തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ടെന്ന്, ഇപ്പം ഞാനിപ്പോൾ എക്കോ ചെയ്തു, അതല്ലെങ്കിൽ DSC റയിലെ പള്ളിയിൽ അച്ഛൻ ചെയ്തു, ഓക്കെ, അതല്ലെങ്കിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ സുധാകരൻ നായർ ചെയ്തു. അപ്പം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പം അവരും അയാളെ കൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യിപ്പിക്കാം. ടൈപ്പ് ആക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തറിയിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും. അപ്പം ഈ ആർട്ടിസ്റ്റിന് ഒരു പക്ഷേ എന്തെങ്കിലും ചെയ്യണമെന്ന്, വ്യത്യസ്തമായി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാവുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു പഴയ കാലത്തേക്കാൾ കുറേ മാറ്റം എന്ന് പറയുന്നത് നല്ല തിരക്കഥകൾ, ഗൗരവമുള്ള തിരക്കഥകളില്ല എന്നുള്ളതല്ല, വളരെ അപൂർവമായി സംഭവിക്കുന്നുണ്ട്. പക്ഷേ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പഴയ സിനിമകൾ എടുക്കൂ, ഒരു ചായക്കട ഉണ്ടാവും, ഒരു പശു ഇട്ട് നടക്കുന്ന ആളുണ്ടാവും. നമുക്കിപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ്, സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ്റെ ഉണ്ട്, തിലകൻ ചേട്ടൻ്റെ ഉണ്ട്, ശങ്കരാടി ചേട്ടൻ്റെ ഉണ്ട്, കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ ഉണ്ട്, ഒരുപാട് പേരുടെ ഉണ്ട്, ഫിലോമിന ചേച്ചിയുടെ ഉണ്ട്, ഇന്നസെന്റ് ചേട്ടൻ്റെ ഉണ്ട്, നെടുമുടി വേണിച്ചേട്ടൻ്റെ ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സാഹചര്യം ഇവിടെ നിന്നും പൂർണ്ണമായൊന്നും മാറിപ്പോയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഒരു ഫ്ലാറ്റ് സംസ്കാരം, അതല്ലെങ്കിൽ ഒരു ആധുനിക ജീവിതത്തിന്റെ ഒരു രീതിയൊക്കെ വന്നു. അത് അന്നും ഉണ്ടല്ലോ. അന്ന് ഈ ലോഹിദാസും MT വാസുദേവനും പത്മരാജ സാറും ഒക്കെ ഈ തിരക്കഥകൾ എഴുതുന്ന സമയത്തും ഈ കഥാപാത്രങ്ങളുള്ള സമയത്തൊക്കെ ഈ ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. ജീവിതം പല രീതിയിലാണ് നടക്കുന്നത്. അത് അന്നുകൊണ്ട് ഇന്നുണ്ട്. പിന്നെ എവിടെയാണ് ഇതിന്റെ വ്യത്യാസം വന്നെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ അത്തരം കഥാപാത്രങ്ങളില്ല, അത്തരം തിരക്കഥകളില്ല. അപ്പൊ അതുകൊണ്ടാണ് പലരും ഈ പിന്നോക്കം പോയത്. ഇപ്പം ഈ പഴയ ആർട്ടിസ്റ്റുകൾ, ഇപ്പം നമ്മൾ നേരത്തെ ധീരന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി. കാര്യം ദേവദത്ത് ചെയ്ത സിനിമയിൽ അശോകേട്ടനുണ്ട്, മനോജ് കേജനുണ്ട്, വിനീതുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. അതായത് ഒരു കാലത്ത് മലയാള സിനിമയുടെ ഒരു നിര തന്നെ അതിനകത്ത് വരികയാണ്. അതൊരു ചലഞ്ചിങ് ആയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ രീതിയിലേക്ക് ആ സിനിമ എത്തിയില്ല. അപ്പം ഇപ്പോൾ ഉള്ളൊരു മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പം പ്രൂവ് ചെയ്ത കുറേ ആളുകൾ, പിന്നെ കുറേ പേര് നമ്മൾ വിട്ടുപോയവരുണ്ട്. ലളിത ചേച്ചി പോയി, ഇന്നസെന്റ് ചേട്ടൻ പോയി, വേണുചേട്ടൻ പോയി, തിലകൻ ചേട്ടൻ പോയി, പിന്നെ സുകുമാരി ചേച്ചി പോയി, സോമേട്ടൻ പോയി, പിന്നെ തിലകൻ ചേട്ടൻ പോയി, ഒടുവിൽ പോയി, ശങ്കരാടി ചേട്ടൻ പോയി, പപ്പുവേട്ടൻ പോയി. ഇപ്പൊ സത്യനന്ദിക്കാട് സാറ് പറയുന്ന പോലെ നമുക്കൊരു സിനിമ, നമുക്കോയ പോയി, നമുക്കൊരു സിനിമ ആലോചിക്കാൻ പറ്റുന്നില്ല. സത്യല്ലേ? ഒരു സിനിമ ആലോചിക്കാൻ പറ്റുന്നില്ല. ഇവരൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്നാൽ അവരൊന്നും ഇല്ലാതെ സിനിമ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത്തരം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങൾ കാണും. ഈ പറഞ്ഞതുപോലെ അനുഭവങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്, വലിയ കാര്യമാണത്. അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും അനുഭവങ്ങൾ ഏറ്റവും വലിയ ഗുരുവാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഗുരുവാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ചും ഗുരുവാണ്. ഇനി ഒരു ക്യാമറമാനെ സംബന്ധിച്ചും അനുഭവങ്ങൾ വലിയ ഗുരുവാണ്. കാര്യം അയാൾ കണ്ടിട്ടുള്ള വിഷ്വൽസ് ആണല്ലോ അയാൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അത് കുറയുന്നു എന്നുള്ളതുകൊണ്ടാവാം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ ഒരു 30 വർഷ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമില്ലാത്ത, എത്ര നിസ്സാരമില്ലാത്തൊരു വർഷമാണ് 30 വർഷം. ശരിക്കും ആക്ടറും ബിഹൈൻഡ് ദ ക്യാമറ ഒക്കെ നിൽക്കുമ്പോഴും ഇതിൻ്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? മോണിറ്ററി ബെനിഫിറ്റ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ അന്ന് ഈ സഹായിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് ഉണ്ടാവും. എല്ലാ വർക്കിനും ഒരു എമൗണ്ട് എന്തായാലും ഉണ്ടാവും. അത് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. പിന്നെ ഇപ്പം ആക്ടർ ആയതിനു ശേഷം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഡിപ്പെൻസ് ആണ്. അതിപ്പോൾ
ചിലക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചിലരുണ്ടാവും. ഏറ്റവും അടുപ്പമുള്ള മാനസിക അടുപ്പമുള്ള ഒരാൾ വിളിക്കുകയാണ്, ചേട്ടാ ഇന്നപോലൊരു പരിപാടിയുണ്ട്, നിങ്ങൾ ഒന്ന് സഹകരിക്കണം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലും തന്നാൽ വാങ്ങി കൊണ്ടുവരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കവിടെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെ എമൗണ്ട് പറഞ്ഞ് വിളിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഈ അടുത്ത കാലത്ത് എത്തി. ഇപ്പോൾ എക്കോയ്ക്കൊക്കെ മുമ്പ് എത്തി. വളരെ ഇതായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ് അധികവും. പിന്നെ വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നവരുണ്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അത് എന്താണ്, ഇപ്പം നമ്മുടെ ടാലൻറ്റ്, ഇപ്പം അത് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. എല്ലാവർക്കും അവരവരുടേതായ ടാലൻ്റ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരാളിനെ ആയിരിക്കുമല്ലോ നമ്മളൊരു പ്രോജക്റ്റിലേക്ക് വിളിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറമാൻ മതി എന്നാരും തീരുമാനിക്കില്ല. ഒരു ടാലൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറമാൻ ആയിരിക്കും ഒരു ഡയറക്ടർ സജസ്റ്റ് ചെയ്യുക. അതുപോലെ ഒരു ആർട്ട് ഡയറക്ടർ സജസ്റ്റ് ചെയ്യും, ഒരു മേക്കപ്പ് മാനെ സജസ്റ്റ് ചെയ്യും, ആർട്ടിസ്റ്റുകളെ സജസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഏതെങ്കിലും ഒരാളിനെ വിളിച്ച് അഭിനയിപ്പിക്കാം, അങ്ങനെയല്ലല്ലോ. അപ്പം അയാളുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ വിലക്കെടുക്കുക, ഹയർ ചെയ്യണം നമ്മൾ. എന്നിട്ട് അയാളുടെ സർഗ്ഗശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു നേട്ടത്തിന് വേണ്ടി അവർ ടൂളാക്കുകയാണ് അവർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരർഹിക്കുന്ന ഒരു കാര്യം, അവർക്ക് ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, അവർക്കൊരു കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാവും, അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും, രോഗികളായ മാതാപിതാക്കളുണ്ടാവും. ഇതൊക്കെ ബഹുഭൂരിപക്ഷവും ഈ വരുമാനം കൊണ്ട് തന്നെയാണ്. അല്ലാതെ നമുക്ക് വേറെ ആസ്തി ഉള്ളവർ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വേറെ ആസ്തി നമുക്ക് ഒന്നും വിഷയമല്ല. ഇതൊരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്, പാഷൻ മാത്രമായിട്ട് വരുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷവും ഇതൊരു വരുമാന മാർഗമായി കണ്ടുകൊണ്ടുകൂടിയാണ്. പാഷനെ കൂടൊപ്പം തന്നെ ഒരാൾക്ക് പാഷനുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പാഷനാണ് ഇപ്പോഴും സിനിമ. പക്ഷേ ഇങ്ങനൊരു വലിയ പ്രശ്നമുണ്ട് എന്നെ സംബന്ധിച്ച്. അത് എൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ അത് ഇത്തിരി പ്രശ്നമുണ്ട്. കാരണം ആ ഒരു പരിഗണന എല്ലാവർക്കും കൊടുക്കണം. വലിയ ആളുകൾക്ക് മാത്രം പരിഗണന കൊടുക്കുകയും ചെറിയ ആളുകൾക്ക് പരിഗണന കൊടുക്കാതിരിക്കുകയും പറയുന്നത് നീതികേട് ഇതിനകത്തുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം എല്ലാവരും ജീവിക്കണ്ടേ ആനുപാതികമായി. അപ്പം അവർക്ക് കൊടുക്കുന്ന പോലെ ഇവർക്ക് കൊടുക്കണം പറ്റില്ല. ആനുപാതികമായി നമ്മളിപ്പോൾ ഞാൻ ഇപ്പം പറയാം, ഇപ്പോൾ ബിന്ദു ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ വിളിക്കുക, 2 ദിവസത്തെ വർക്കാണ്. ഈ 2 ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഞാനിവിടെ വരുന്ന ഒരു ദിവസം, ഈ 2 ദിവസം ഷൂട്ട്, പിന്നെ തിരിച്ചു പോകാൻ ഒരു ദിവസം വേണ്ടി 4 ദിവസം എൻ്റെ പോവാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 4 ദിവസം എൻ്റെ പോവാം. ഈ 4 ദിവസം എന്ന് പറയുന്ന ഇതായിരിക്കില്ലല്ലോ നിങ്ങൾ എനിക്ക് തരിക. 2 ദിവസം ഒരു റെമ്യൂണറേഷൻ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരുന്നത്. അതുപോലും കൃത്യമായി തരാത്തവരുണ്ട്. അപ്പം എന്ത് ചെയ്യും? നമ്മൾ പട്ടിണിയാവും. നമ്മൾ വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാൽ അത് കിട്ടാതിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇഷ്യൂസും ഉണ്ട്. അത് അങ്ങോട്ട് പോകെ മാറുമായിരിക്കും. അപ്പൊ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും കലാജീവിതം സ്റ്റോപ്പ് ചെയ്യാം, വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പോവാം, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഇപ്പോഴല്ല, അത് 2005 അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അത് പക്ഷേ വരുമാനത്തിൻ്റെ ഇത് വെച്ചിട്ടല്ല. ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചിട്ട് 2005 ഞാൻ കൂട്ടം സാധനം എടുക്കുന്ന ഇറങ്ങിയതിന് ശേഷം ഞാൻ പ്രൊഡ്യൂസേഴ്സിനെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ള പ്രൊഡ്യൂസേഴ്സുമായിട്ടൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ എന്നെ ഇഗ്നോർ ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, നീ ഇത്രയും നാൾ പരിശീലിച്ചത് ക്യാമറയാണ്, ക്യാമറ ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡയറക്ഷനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എനിക്ക് സിനിമ സംവിധാനം ചെയ്തേ പറ്റൂ. അങ്ങനെ എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടി. ആ പ്രൊഡ്യൂസർ ഒരു NRI ആയിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ 2-3 സബ്ജക്റ്റുകൾ ചർച്ച ചെയ്തു. ഒരു സബ്ജക്റ്റ് ലോക്കായി. പക്ഷേ പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റൈല് ഒരു വേറൊരു തരത്തിലായി. എന്ന് വെച്ചാൽ പുള്ളി പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്ത്, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഇന്നേരൊക്കെ വേണമെന്നും അവരെയൊക്കെ ഞാൻ വേറെ രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നും, എന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഒരു മൊറാലിറ്റിക്ക് പറ്റുന്ന ഒരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് വല്ലാത്ത വേദന തോന്നിയൊരു നിമിഷമാണ്. കാരണം ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഇങ്ങനെ ഒരു പിമ്പിൻ്റെ പണി ഞാൻ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ അതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ആ മൊമെൻറ്റിൽ ഞാൻ സിനിമയെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും വിട്ടു.
അപ്പോഴത്തെ ഞാൻ വിവാഹിതനായി. 2004 ഞാൻ കല്യാണം കഴിച്ചു. 2005 ഈ ഇഷ്യൂ നടക്കുന്നത്. ഞാൻ ഗുഡ് ബൈ പറയായിരുന്നു. ഗുഡ് ബൈ പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-11 വർഷം. 2000 ഞാൻ പിന്നെ പ്രവാസ ജീവിതം വല്ലപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് പോയി വളരെ കുറച്ച് കാലം. പൂർണ്ണമായും പ്രവാസ ജീവിതമല്ല, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല, സിനിമക്കാരുമായിട്ട് ബന്ധമില്ല. സിനിമ വല്ലപ്പോഴും കാണുന്നതിനപ്പുറത്ത് സിനിമയെ പൂർണ്ണമായിട്ട് ഞാൻ വെറുത്തുപോയി. പിന്നെ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും സിനിമ വന്നു കയറുന്നത് ഒരു 2014 ആയപ്പോഴാണ്. ഈ 2005 മുതൽ 2014 വരെയൊക്കെ ഞാൻ ഒരു പരിപാടിയില്ല നിൽക്കുകയാണ്. എന്നിട്ട് 2018 ഞാൻ ഈ പറഞ്ഞ ഒരു അഭിനയത്തിലേക്ക് ഞാൻ വരുന്നത്. അത് സിനിമ അങ്ങനെയാണല്ലോ. കാരണം അതിങ്ങനെ ഒരു കഷ്ണം, കാരണം അവിടെ ഒരു ചെറിയ നാമ്പ് കിടന്നാലും അതിങ്ങനെ പൊരിഞ്ഞു കത്തും. അത് കത്താൻ ഇച്ചിരി സമയം എടുത്തു. പക്ഷേ ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഇതുവരെ പറ്റിയില്ല. ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ. പക്ഷെ എന്തായാലും ഉടനെ ഇല്ല. കാരണം നമ്മൾ ഈ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഒന്നിൽ ഫോക്കസ് ചെയ്യാം, അത് നോക്കാം. ഇപ്പൊ അഭിനയം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം അത് സക്സസ് ആകുമെന്ന് നോക്കാം. കാര്യം ഇനിയും സക്സസ് ആവാനുണ്ടല്ലോ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, ഇനി കുറെ പോകണം. എവിടെ വരെ പോകുമെന്ന് നോക്കാം. എന്നോട് അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ടുള്ള ആളാണ്. വായനകളൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ എക്കോയെ കുറിച്ച് തന്നെ ഇപ്പം ആഫ്റ്റർ എക്കോ എന്താണ്, ആഫ്റ്റർ ക്ലൈമാക്സ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ AI വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായും ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ റിവ്യൂസ് ഇപ്പോൾ OTT വന്നതിന് ശേഷം ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. കണ്ട പ്രേക്ഷകരുടെ റിവ്യൂസ് വരുന്നുണ്ട്. പിന്നെ പലരും വിളിക്കുന്നുണ്ട്, അല്ലാതെ കോണ്ടാക്ട് ചെയ്യുന്നത് പേഴ്സണലി, അത് വേറെ. പക്ഷേ ഈ റിവ്യൂസ് എല്ലാം വായിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന AI മേക്കിങ്ങിൽ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. അതെല്ലാം ഇപ്പം ബാഹുലും രഞ്ജിത്തും പറഞ്ഞ പോലെ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് അത് ഇത് ചെയ്യാം. അവിടെ കുര്യച്ചനുണ്ടോ, കുര്യച്ചനില്ലേ, കുര്യച്ചൻ അതിന് മുമ്പേ മരിച്ചുപോയോ, ഇനി കുര്യച്ചൻ്റെ അസ്ഥികൂടം മാത്രം അവിടെ കിടപ്പുണ്ടോ, ആ അസ്ഥികൂടം കാണാനാണ് പട്ടി അവിടെ നിർത്തിയിരിക്കുന്നത്, പല രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ സിനിമ പല ആവർത്തി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ പുതിയ കാര്യങ്ങളുണ്ട്. ഇപ്പം മോഹൻ പോത്തൻ്റെ ക്യാരക്ടർ, മോഹൻ പോത്തൻ അവിടെ നിൽക്കുമ്പോൾ പട്ടി വന്നിട്ട് ഇയാളെ കൊക്കയിലേക്ക് മറിച്ചിടുന്നുണ്ട്. ആ സമയത്ത് ഇയാള് ബൈനോക്കുലർ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അയാൾ ആരെയാ കാണുന്നത്? വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. നമ്മൾ മ്ലാത്തിച്ചേടത്തി ബൈനോക്കുലർ നോക്കുന്നതാണ് കണ്ടത്. അതേ പൊസിഷനിലേക്ക് മോഹൻ പോത്തൻ വേറെടുത്ത് നിന്ന് നോക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിലാണ് പട്ടി ഇയാളെ മറിച്ചിടുന്നത്. അതൊരു പക്ഷേ കുര്യച്ചനെ ഇയാള് അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടോ ആ മൊമെന്റ് ആണ് മ്ലാത്തിച്ചേടത്തി. അങ്ങനെ പല രീതിയിൽ ഇതിനൊക്കെ വ്യാഖ്യാനിക്കാം. അതൊക്കെ അവരവരുടെ ഈ സിനിമ പ്രേക്ഷകന്റെ വായനകളൊക്കെ തീർച്ചയായിട്ടും നല്ലതല്ലേ. അല്ല, അതാണ് നേരത്തെ പറഞ്ഞപ്പം അവര് പറഞ്ഞതുപോലെ ഒരു സ്പൂൺ ഫീഡിങ് ഇല്ലാതെ ഒരു സിനിമ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു സിനിമ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ചില കമന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ചിരി വരികയാണ്. ഇതെന്താണ് ഇത്രയും വലിയ കാര്യമായിട്ട് പറയാനുള്ള സിനിമ എന്താണ്? അത് ഈ ഏതിനെയും വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. ഏതിനെയും വിമർശിക്കുക, അത് അതിന് വേണ്ടിയിട്ട് മാത്രം കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷവും ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നു. ചർച്ച ചെയ്യുക എന്നുള്ളതല്ല, ചർച്ച ചെയ്തതിന് മുമ്പ് നടന്നു. പക്ഷേ ഒരു സിനിമയുടെ ഓരോ മോമെൻ്റുള്ള ഓരോ സീക്വൻസുകളെ കുറിച്ചും മനുഷ്യൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനകത്ത് വലിയ കാര്യമാണ്, സന്തോഷമുണ്ട്. ഫാസിൽ സാർ ആണെങ്കിലും ആലപ്പി അഷ്റഫ് ഇവരൊക്കെ കസിൻസ് ആണ്. അപ്പൊ ഇവരുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നതിൽ? അവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒരു തമിഴ് സിനിമയുടെ വർഷം 16 എന്ന് പറയുന്ന സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ കുറച്ച് നാളുണ്ട്. കേരളത്തിലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്നു. അന്ന് ആലപ്പി അഷ്റഫായിരുന്നു, അദ്ദേഹമായിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം വളരെ ചെറുപ്പം പോലെ, എനിക്കൊന്ന് ഞാൻ കൈക്കുഞ്ഞായിരുന്ന കാലം മുതൽ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ മാമാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ എന്നെ ഇടയ്ക്ക് ലൊക്കേഷനിലൊക്കെ വരും.
എന്നിട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അപ്പോൾ ആനന്ദക്കുട്ടി സാറിനോട് പറയും, എൻ്റെ പെങ്ങളുടെ മോനാട്ടോ എന്ന് ഇങ്ങനെ പറയും. എന്ന് അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. സ്വന്തം പെങ്ങളല്ല, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പം അങ്ങനെയാണല്ലോ അതെന്താ, അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. അത്ര ആത്മാർത്ഥമായി ഇത് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനുശേഷം പുള്ളി ഈ അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥ കാലത്തെ പ്രണയം എന്നൊരു സിനിമ ചെയ്തിരുന്നല്ലോ. അതിൽ എനിക്കൊരു ക്യാരക്ടർ തന്നിരുന്നു പുള്ളി, ഒരു പഴയ നക്സൽ നേതാവിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ വിളിച്ചു തന്നു. പിന്നെ ഇങ്ങനെ പുള്ളിയുടെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ മിക്കവാറും കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ കാണും. എനിക്ക് പേഴ്സണലി അയച്ചു തരാറുണ്ട്. ഒരുപാട് സിനിമാ കഥകളൊക്കെ. സിനിമാ കഥകൾ മാത്രമല്ല ഉള്ളൂ അതിനകത്ത്. അപ്പം ഒരുപാട് നമുക്ക് പുതിയ അറിവുകൾ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു എപ്പിസോഡിലാണോ ഏതോ ഇൻ്റർവ്യൂവിലാണോ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കതൊരു വലിയ പുതിയ അറിവായിരുന്നു. കാരണം ഈ ജയൻ മരിക്കുന്നത് കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിലാണ്, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് ജയൻ്റെ റിലീസാവാനുള്ള ഡബ്ബിങ് കഴിയാത്ത 4-5 സിനിമകൾ അങ്ങനെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടോ അങ്ങനെ ഉണ്ട്, ഡബ്ബിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോളിളക്കം എന്ന് പറയുന്ന സിനിമ ഈ ജയൻ്റെ ഡബ്ബ് ചെയ്യാൻ്റെ ആൾ വേണം. അപ്പം ആ സമയത്ത് ജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആലപ്പി അഷ്റഫ് സുപരിചിതനാണ് എല്ലാവർക്കും. അന്ന് ഈ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കലാകാരന്മാർ വളരെ കുറവാണ് ആ കാലയളവിൽ. ഈ കലാഭവൻ സജീവമായതോടുകൂടിയാണ് അതിലൂടെ ഇപ്പം ജയറാം ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, ദിലീപ്, കലാഭവൻ മണി, അങ്ങനെ ഒരുപാട് പേര് വരുന്നു. ഒരുപാട് കലാകാരന്മാർ വന്നല്ലോ. കലാഭവൻ്റെ പേര് ചേർത്തിട്ട് തന്നെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ കോട്ടയം നസീർ. അപ്പോൾ ഇവരൊക്കെ വന്നപ്പോഴാണ് ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതി കുറച്ചുകൂടി പോപ്പുലർ ആവുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അബി ഇല്ല, നമ്മുടെ ഷൈൻ്റെ ഫാദർ അബി, എനിക്കൊന്ന് കൊച്ചിൻ ഹരിശ്രീയിൽ വർക്ക് ചെയ്യുന്നൊരു ടൈമുണ്ട്. ഒരു പ്രോഗ്രാമിനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഇത് കേൾക്കുന്ന അബി ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ആലപ്പി അഷ്റഫിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത്, പുള്ളിയുടെ ഒരു യങ്ങർ പീരീഡ് എന്ന് പറയുന്നത്, പുള്ളി മാത്രമേ സജീവമായിട്ടുള്ളൂ. കുറച്ചുകൂടി പോപ്പുലാരിറ്റി. അല്ലാതെ ക്യാമ്പസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ ഒരു എന്താ പറയുക, ഒരു ജനകീയ രീതിയിൽ, അതായത് ഈ പറമ്പുകളിൽ മറ്റ് ഓഡിയൻസിൻ്റെ മുമ്പിൽ ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ ആർട്ടിസ്റ്റുകളെ അവതരിപ്പിക്കുന്നത് ആലപ്പി അഷ്റഫായിരുന്നു. അപ്പോൾ ഈ കോളിളക്കം ഇങ്ങനെ സംഭവിച്ചു, അദ്ദേഹം മരണപ്പെട്ടു, അതുൾപ്പെടെയുള്ള സിനിമകൾ ഡബ് ചെയ്യാനിരിക്കുന്നുണ്ട്. ആകെപ്പാടെ എല്ലാവരും പതറ്റിക്കായി. കാര്യം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ആകെ എന്ത് ചെയ്യും. അങ്ങനെയാണ് ഈ കോളിളക്കത്തിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട് ആലപ്പി അഷ്റഫിന് സജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട്, രഹസ്യമായിട്ടാണ്, ഒരാൾ പോലും ഇത് അറിയരുത്, ഡബ് ചെയ്തിരിക്കുന്ന ഇന്ന ആളാണെന്ന് അറിയരുത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് പുള്ളിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പുള്ളി ഇത് പറയുന്നത്, ഞാനാണ് ഡബ് ചെയ്തതെന്ന്. അന്ന് പലർക്കും അറിയായിരുന്നു, സിനിമക്കാർക്കുള്ളിൽ അറിയായിരുന്നു. അതിനോടൊപ്പം ഈ പെൻഡിങ്ങിൽ വെച്ചിരുന്ന സിനിമകളെല്ലാം പുള്ളിയാണ് ചെയ്തത്, ഡബ് ചെയ്ത്. അപ്പം നമുക്ക് സുപരിചിതമായ ജയൻ ചിത്രങ്ങളിൽ ജയന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ആലപ്പി അഷ്റഫാണ്. പലർക്കും അറിയത്തില്ല. പക്ഷെ അതിന് മുമ്പുള്ള സിനിമകളാണ് ജയൻ ആക്ച്വലി ഒറിജിനൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ പോപ്പുലർ ആയത് ജയന്റെ മരണത്തിന് ശേഷം റിലീസായ സിനിമകളാണ് ഏറ്റവും പോപ്പുലർ ആയത്. അതാണ് എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ആലപ്പി അഷ്റഫിനെയാണ് ശരിക്കും ഇവിടെ പിന്നെ മിമിക്രിക്കാർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജയനെയല്ല. അങ്ങനൊരു രസകരമായ സംഭവം ഉണ്ട് അതിനകത്ത്. അത് അദ്ദേഹം തന്നെ ഇന്റർവ്യൂലാണോ അദ്ദേഹത്തിന്റെ ചാനലിനോ മറ്റോ പറഞ്ഞൊരു സംഭവം കൂടിയാണത്. ശരിയാണത്. അതിനിപ്പോ 2026 പുതിയ പ്രൊജക്ടുകൾ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ്? 2026 ഞാനിപ്പോ റീസെന്റ് കഴിഞ്ഞ വർക്കുകൾ 2 എണ്ണമാണ്. ഒന്ന് മറ്റേ നീരജ് മാധവും അൽതാഫ് സലീമും കൂടിയുള്ളൊരു സിനിമയുണ്ട്, പ്ലൂട്ടോ. അത് എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ആദിത്യനാണ് എൻ്റെ ഡയറക്ടർ. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ നീരജിൻ്റെ അച്ഛനായിരുന്നു. ഈ പ്ലൂട്ടോയിലും നീരജിൻ്റെ അച്ഛനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബി ഉണ്ണികൃഷ്ണൻ്റെ നിവിൻ പോളി പടത്തിലൊരു ക്യാരക്ടർ, ചെറിയ ക്യാരക്ടറാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും ഇച്ചിരി ഉള്ളൂ. അപ്പം അതിലൊരു ക്യാരക്ടർ ചെയ്തു. അതിലേക്ക് ശരിക്കും എന്നെ സജസ്റ്റ് ചെയ്ത് നമ്മുടെ വിവേക് അനിരുദ്ധാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ വിവേക് ഇപ്പോൾ വേറൊരു സിനിമയിലേക്കും എന്നെ
സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അതിൻ്റെ ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ. പെപ്പയുടെ ഒരു സിനിമയാണ് അത്. അവർ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, എന്നോടിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഏകദേശം ഷൂട്ട് ഡേറ്റ് ഒക്കെ ഈ ഇന്ന ഏരിയ ഒക്കെ അവിടെയൊക്കെ ആയിരിക്കും, ലൊക്കേഷൻ എന്നൊക്കെ ഇന്നടത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കൺഫേം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ. പിന്നെ ടിനു പാപ്പച്ചൻ്റെ പടം വളരെ നേരത്തെ തുടങ്ങിയതാണ്. എനിക്കൊന്നു എക്കോയുടെ കൂടെ ഷൂട്ട് തുടങ്ങിയാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഷെഡ്യൂൾ ബ്രേക്ക് ആയൊക്കെ പോയി. കാരണം കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ടിനു പാപ്പച്ചനിടയ്ക്ക് ഒരു ജോണ്ടിസ് അടിച്ചു. അപ്പം അങ്ങനെ അതിങ്ങനെ ബ്രേക്കായി ഷെഡ്യൂൾ ബ്രേക്കായി പോയി. സജിൻ ഗോപു ഉള്ള സിനിമ. അപ്പോൾ എൻ്റെ പോർഷൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അത് ഷൂട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു നല്ല ക്യാരക്ടറാണ്. കുറച്ച് ദിവസം ഉണ്ടാവും അത്. അതാണ് ഇപ്പം 2026. പിന്നെ വേറെ കുറേ എൻക്വയറീസ് ഉണ്ട്. എക്കോയ്ക്ക് ശേഷം കുറേ എൻക്വയറീസ് ഉണ്ട്. അത് എങ്ങനെ വരുമെന്ന് അറിയില്ല. പിന്നെ റിലീസ് ആവാനുള്ളത് ഈ സോണി ലൈവിന് വേണ്ടിയിട്ട് മനു അശോകൻ ചെയ്ത ഐസ് എന്ന് പറഞ്ഞിട്ട് സീരീസ് ഉണ്ട്. അത് മിക്കവാറും അതൊരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവും തോന്നും. കാര്യം അതിന് മുമ്പ് ഒരു സീരീസ് വരാനുണ്ട് മലയാളം. അവിടെ ഹർഷത് സ്ക്രിപ്റ്റ് എഴുതിയൊരു സീരീസ് വരാനുണ്ട്. അപ്പോൾ അത് വെയിറ്റിംഗ് ആണ്.